സ്തോത്രം. വേണ്ടി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല വൈകിയ വേളയിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും ആ കർത്താവിൻ്റെ നാമം വിളിക്കപ്പെട്ട സ്ഥാനത്ത് പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുവാനും സർവകൃപാലുവായ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. ആ നല്ല കർത്താവിനെ ഒരുമിച്ചൊരു നിമിഷം സ്തുതിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. റാബാലാഷെഖനെ പകരപ്പെട്ടിരിക്കുന്ന ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഓ റാബാന ഷെഖനെ റാദൂരിയ ഷബാല. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ റാബാ ഷെഖനെ റാദൂരിയാബാന ഷെഖനെ പകരപ്പെടുന്ന അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഓ ഷബാന റാഥേരെ യെസ് ബാ ഷോഖേനെ ഊറിയാധാര ബാല ഷെഖനെ റധരെ. യെസ്, യേശുവിൻ നാമത്തിൽ. Thank you Lord, thank you Jesus, thank you Holy Spirit. ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ഓ റാബാല ഷെഖനെ റാദൂരിയ ബാല ഷെഖെ. യെസ്, നന്ദി കർത്താവേ, നന്ദി യേശുവേ, നന്ദി രാജാവേ. ഞങ്ങളെ സ്തുതിക്കുന്നപ്പാ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കടന്നു വന്നായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വൈകിയവേളയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി മാറട്ടെ. ഈ വൈകുന്നേരത്തെ സെക്ഷനിലെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പുതിയതൊന്ന് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് മുതൽ ഇവിടെ സംഭവിക്കുന്നു എന്നല്ല, നമ്മളിതിനകത്ത് കാൽ വെച്ച സമയം മുതൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ആമേൻ. എത്ര പേർക്ക് ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്? തിരിച്ചറിയുവാൻ കഴിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. റബല ഷെഖനെ റദരെ ശന്താരകന യേശുവിൻ നാമത്തിൽ. റബ ഷെഖനെ. അമേൻ. ആ ദൈവ സാന്നിധ്യം, അമേൻ, നമ്മൾ അനുഭവിക്കുന്ന ആ ദൈവ സാന്നിധ്യം ചില പുതിയ തലങ്ങളിലേക്ക് ഇതിനകത്തായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കൊണ്ടുപോകാൻ പോവുകയാണ്. അമേൻ. സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഒരു വിശ്വാസത്തിൻ്റെ ജേണി, യാത്ര എവിധത്തിലെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ആരുടെയെങ്കിലും നിർബന്ധത്താൽ നടക്കും. പിന്നെ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും വെച്ച് നടക്കും. പിന്നെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നടക്കും. എന്നാൽ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുവാൻ തുടങ്ങും. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. ആ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ ആത്മാവിൽ നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് അവൻ ഇന്ന് പകൽക്കാലത്തിലും ഈ വൈകുന്നേരത്തിലും അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ തന്നെ നമ്മെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവൻ നമ്മൾ ആത്മാവിൽ നടന്നു തുടങ്ങുമ്പോൾ, ശ്രദ്ധിക്കണമേ, നമ്മൾ ആത്മാവിൽ നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ യാത്ര തുടങ്ങിയ സമയത്തുള്ള പ്രതികൂലങ്ങളായിരിക്കത്തില്ല നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ ഭയപ്പെടുത്തുന്നതും നമ്മെ വെല്ലുവിളിക്കുന്നതും. അമേൻ. നാം വെല്ലുവിളിയുടെ ശബ്ദം കേൾക്കുന്നതും ജഡത്തിൽ നിന്നായിരിക്കത്തില്ല, ജഡത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്നായിരിക്കും. അമേൻ. ഹല്ലേലൂയ. അമേൻ. സ്തോത്രം. ആത്മാവിൽ നടന്നു തുടങ്ങുമ്പോൾ പിന്നിലെ കാരണങ്ങളെ കാണുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. നോക്കും, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കരഞ്ഞ് നിലവിളിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭയങ്കരമായിട്ടുള്ള കരച്ചിലാണ്. കാറ്റ് ആഞ്ഞു വീശുന്നു, തിരമാല ഉയർന്നു പോകുന്നു, പടക് മുങ്ങുമാറാകുന്നു. ശ്രദ്ധിക്കണമേ, കാറ്റാഞ്ഞു വീശുന്നു. നമ്മൾ അല്പസമയം മാത്രമേ ഒരുമിച്ചായിരിക്കുള്ളൂ, ആ സമയം ശ്രദ്ധിച്ചായിരുന്നാട്ടെ. കാറ്റാഞ്ഞു വീശുന്നുണ്ട്, തിരമാല ഉയർന്നു പോകുന്നുണ്ട്, പടക് മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. യേശു അമേൻ കടലിന് മീതെ നടന്ന്, അമേൻ, വള്ളത്തിൽ വന്നെന്നല്ല, ആത്മാവിൽ നടന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ? അമേൻ. യേശു ആത്മാവിൽ നടന്ന് വന്നിട്ട്, അമേൻ, ആ കാറ്റിന് പിന്നിലെ കാരണത്തെ ശാസിച്ചു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. റബലാഷെഖനെ. യെസ്, യേശുവിൻ നാമത്തിൽ. അമേൻ. ആ തിരയിളക്കത്തിന് പിന്നിലെ കാരണത്തെ ശാസിച്ചു. ഇന്ന് അമേൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അമേൻ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്ക് പിന്നിലെ കാരണങ്ങളെ ശാസിക്കുവാനൊരു നിയോഗം നൽകുന്നുണ്ട്. റാബാല ഷെഖനെ റദരെ ശന്താർഗന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. അമേൻ. ആത്മാവിൽ നടന്നു തുടങ്ങുമ്പോൾ കാരണം കണ്ടെത്താനായിട്ട് കഴിയും. ആമേൻ.
സ്തോത്രം. ഈ ശിഷ്യന്മാർ അപ്പോൾ ജഡത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തിരമാലയെ നോക്കി ഭയന്ന് നിലവിളിക്കുക. പക്ഷേ യേശു വന്നിട്ട് കാണുന്നത് തിരമാലയല്ല, തിരയെ ഇളക്കി വിടുന്ന കാറ്റിനെ കാണുകയാണ്. ആമേൻ. ഉറാബാലാക്ഷകനും. ഇന്ന് ഈ പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, വല്ലാതെ ആടി ഉലയുമാറാക്കുന്ന ആമേൻ ആ തിരമാലയ്ക്ക് പിന്നിലെ കാരണത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാട്ടുന്നുണ്ട്. റബാന ഷെഖനെ, യേശുവിൻ നാമത്തിൽ നിന്നെ സമാധാനത്തോടെ ജീവിക്കുവാൻ വിടത്തില്ല എന്ന്, സ്വസ്ഥമായി നീ ജീവിച്ച് മുൻപോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് തിരകളെ ആമേൻ ഇളക്കുമാറാക്കുന്ന, പടകിനെ മുങ്ങുമാറാക്കുന്ന ചില വർഷങ്ങളായി നിന്റെ ജീവിതത്തിന് പിൻപിൽ നിന്ന് റബാന ഷെഖനെ എന്ത് കാരണമെന്ന് അന്വേഷിച്ച്, എവിടെയാണ് ഊറാബാലാഷകനെ, എവിടെയാണ് പ്രശ്നമെന്ന് അന്വേഷിച്ച് നീ അലയുന്നുണ്ട്. പ്രിയ സുനിൽ ബ്രദറെ കേൾക്കുക. ആമേൻ. ചില വർഷങ്ങളായി ആമേൻ, ചില വർഷങ്ങളായി ആമേൻ പിൻപിൽ വ്യാപരിക്കുന്ന, നിന്റെ സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, പുറത്ത് നീ 4 പേരുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിന്റെ മുഖം കണ്ടൊരുത്തന് പ്രവചിക്കുവാൻ കഴിയത്തില്ല. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നീ ചെയ്യുന്നത് കൊണ്ടൊരുവന് പ്രവചിക്കുവാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ ഉള്ളം കത്തുന്നൊരു തീയുണ്ട്. ആമേൻ. ആ തീക്ക് പിന്നിലെ കാരണത്തെ കാണുന്ന ഒരു കർത്താവുണ്ട്. ചില കാറ്റിൻ്റെ ഉയർന്നു പോകുന്ന ചില വർഷങ്ങളായി നിന്റെ ജീവിതത്തിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ഉയർന്നു പോകുന്ന ചില കാറ്റിൻ്റെ അനുഭവങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് ശാസിക്കുവാൻ പോകും. റബാന ഷെഗനെ റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്തൂർഗന യേശുവിൻ നാമത്തിൽ. ഓ റാബാ ഷെഗനെ. ആമേൻ. ആമേൻ. ആത്മാവിൽ നടക്കുന്നവൻ കാരണത്തെ കാണും. ആമേൻ. സ്തോത്രം. ജഡത്തിൽ നടക്കുന്നവർ കാരണത്തെ കണ്ട് നിലവിളിക്കും. നമ്മൾ ഇന്നലകളിൽ കാരണത്തെ കണ്ട് നിലവിളിച്ചവരാ. ആമേൻ. നമ്മൾ എങ്ങനെയെങ്കിലും ഈ വള്ളത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവരാ. നമ്മുടെ കൈക്കരുത്ത് കൊണ്ടും നമ്മുടെ ഭുജബലം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതാ. പക്ഷേ ഇന്ന് ഈ വൈകവേള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പറയട്ടെ, ആത്മാവിൽ നടക്കുന്ന യേശു വള്ളം നിയന്ത്രിക്കാനല്ല നിന്നത്. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിഷ്യന്മാരെ പിടിച്ചു നിർത്തുവാനല്ല നിന്നത്. ആമേൻ. പിന്നെയോ ആത്മാവിൽ നടന്നവൻ പിന്നിൽ അടിച്ച ആമേൻ ആ കാറ്റിനെ ഇളക്കി വിട്ട പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിയുകയാണ്. ഗലീല കടലിൽ വെളിപ്പെട്ട് നിൽക്കുന്ന, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പരാജയങ്ങളെ സമ്മാനിക്കുന്ന, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളെ സമ്മാനിക്കുന്ന, ശിഷ്യന്മാരുടെ അധ്വാന ഫലത്തെ നഷ്ടമാക്കി കളയുന്ന റബാലാഷകനെ റാദോറിയാബാലാഷകനെ റദരെ ഷന്ധാരകന ആ ഗലീല കടലിൽ പാത്തിരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ ഇന്ന് രാത്രിയിൽ ആമൻ റബാ ഷെഖനെ ആത്മതലത്തിൽ നിന്നുകൊണ്ട് ശാസിക്കുവാനായി തുടങ്ങി. റാബാ ഷെഖനെ യേശുവിൻ നാമത്തിൽ. നീ ആത്മാവിൽ നടന്നു തുടങ്ങുമ്പോൾ ആമേൻ യേശുവിൻ നാമത്തിൽ നിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ചിലത് കീഴ്പ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കാലുകൾക്ക് മുമ്പിൽ ചിലത് കീഴ്പ്പെടും. റബാഷകനെ അവൻ ആത്മതലം വെളിപ്പെടുമ്പോൾ, ഞാൻ പിന്നെയും പറയാം, ആമേൻ, ആത്മതലത്തിൽ നിന്ന് ആമേൻ ചില കാരണങ്ങളെ കണ്ടറിഞ്ഞ് ആമേൻ നമ്മൾ പുറത്ത് കിടന്ന് എത്ര വള്ളവും വലയും ഇട്ട് വലിച്ചാലും ആമേൻ അത് ശരിയാകത്തില്ല. ആമേൻ. കുറച്ചു നേരം വള്ളം കൺട്രോളായി നിൽക്കും, കുറച്ചു നേരം ആമേൻ അത് കൺട്രോളാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ അത് പിന്നത്തേതിൽ വീണ്ടും കൈവിട്ടു പോകും. അങ്ങനെ ആമേൻ. സ്തോത്രം. നിഷ സിസ്റ്ററോട് ചോദിച്ചാൽ പറയും, സിസ്റ്റർ പറയും ആമേൻ ശരിയാ, ഞാൻ അങ്ങനെ പിടിച്ച് റെഡിയാക്കി എടുക്കുമ്പോൾ അത് പോകും. ആമേൻ. പിന്നിലൊരു കാരണമുണ്ട് സിസ്റ്ററെ. ആമേൻ. ആ കാരണത്തെ ആത്മമണ്ഡലത്തിൽ കയറി നിന്ന് ശാസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നീ പ്രാപിക്കുന്ന അഭിഷേകത്തിന്റെ നിറവോടെ ചിലതിനെ ശാസിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ദേശത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അനേക കുടുംബങ്ങളിൽ തോരാത്ത കണ്ണുനീർ സമ്മാനിക്കുന്ന, അനേക തലമുറകളെ തകർത്ത് കളയുന്ന, അനേക യൗവനക്കാരുടെ ചോരയും നീരും ഊറ്റിക്കുടിക്കുന്ന, വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്, ഒരു ഇസബേലിയ മണ്ഡലമുണ്ട്. നിന്നെ വിളിച്ചത് നീ ഇതിനകത്ത് കടന്നു വന്നത് റാബാലാഷകനെ ജഡത്തിൽ വള്ളത്തെ പിടിച്ചു കെട്ടാനല്ല, ജഡത്തിൽ വള്ളത്തെ തുഴഞ്ഞുകൊണ്ടു പോകാനല്ല, കാരണത്തെ കണ്ടറിയ റാബാഷകനെ റോധേനെ ഷെഖനെ റാബാലാഷിയാറദരെ ഷന്ധാർഗന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ചിലതിനെ തിരിച്ചറിയ റാബാഷകെ താഗ് ലോർഡ്. ഓ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ആത്മമണ്ഡലത്തിൻ്റെ തലം. ആമേൻ. സ്തോത്രം. ഇത് ആ വള്ളം മുക്കുന്ന പ്രശ്നം മാത്രമല്ല, യേശുവിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഇത് പണ്ടേ ഇവൻ്റെയൊക്കെ അധ്വാന ഫലത്തെ കവർന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലം. ആമേൻ. ഒരു വെല്ലുവിളിയാണ്. ആമേൻ. അതേ ഗലീല കടലിലാണ് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല നാഥാ എന്ന് കരഞ്ഞുകൊണ്ട് പത്രോസ് നിന്നത്. ആമേൻ.
ഓ സ്തോത്രം. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, അന്ന് ഈ കാര്യം ചെയ്തിരുന്നെങ്കിൽ പത്രോസ് തന്നെ പേടിച്ചു പോയനെ. കർത്താവ് അതിനെ പിന്നത്തേതിൽ മാറ്റിവെച്ചു. ആമേൻ. കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പോയെ, ഇനി ഒരു അവസരത്തിൽ ഞാൻ തിരികെ വരും, നിന്റെ അടിസ്ഥാനത്തെ ഞാൻ ഇളക്കും. ആമേൻ. റബാന ഷെഖനെ റാധാര ഭാഷകനെ. ചില പരാജയങ്ങളെ കൊണ്ടുവരുന്ന, നിന്റെ ജീവിതത്തിൽ ചില തകർച്ചകളെ കൊണ്ടുവരുന്ന ചില അടിസ്ഥാനങ്ങളെ എൻ്റെ ദൈവം ഇളക്കുവാൻ പോ. റാബാ ഷെഖനെ റദരെ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. രമേശ് സിസ്റ്ററെ, രജനീഷ് ബ്രദറെ, നിങ്ങൾ കാണുന്നതല്ല. ആമേൻ. പലപ്പോഴും നിങ്ങൾ കാണുന്നതല്ല നിങ്ങളുടെ ജീവിതത്തെ ആമേൻ ഇങ്ങനെ ആ വള്ളത്തിലിട്ട് ആട്ടി ഉലയിപ്പിച്ച് കൊണ്ടുപോകുന്ന ആ പ്രശ്നമുണ്ടല്ലോ, നിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. നിന്റെ നന്മകളെ കവർന്നു കൊണ്ടുപോയ, കഴിഞ്ഞ രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞതാ, ആമേൻ, നന്മകളെ കവർന്നു കൊണ്ടുപോകുന്ന. ആമേൻ. ഫറവോന് വേറെ ഒന്നും വേണ്ട. ആമേൻ. ആമേൻ. സ്തോത്രം. നീയും വയ്ക്കോ, നിന്റെ ഭർത്താവും വയ്ക്കോ, പക്ഷെ ആടും പോകരുത്, മാടും പോകരുത്, അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ബന്ധിച്ചു വെല്ലുവിളിക്കുന്ന ചില വർഷങ്ങളായി നന്മകളുടെ അനുഭവത്തെ കവർന്നു കൊണ്ടുപോകുന്ന, നീ അധ്വാനിക്കുന്നതിന് മുഴുവനും ചോർത്തിയെടുത്ത് നിന്നെ ഒരു ശൂന്യതയുടെ അനുഭവത്തിൽ തള്ളിയിടുന്ന, പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ ആത്മമണ്ഡലത്തിൽ കയറി നിന്ന്, ആത്മതലത്തിൽ കയറി നിന്ന് ഓറാബാലക്ഷകനെ യേശുവേ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരും വരത്തില്ല. രമേശ് സിസ്റ്ററെ, രജനീഷ് ബ്രദറെ, ആമേൻ, അത് തിരിച്ചറിഞ്ഞ് റാബാഷകനെ, ഓ റാബാഷകെ, ഓ യെസ്, അത് ഇന്നത്തേക്ക് വെച്ചത്. റാബാ ഓ റിയാധാരാബാഷകെ, യെസ്, യേശുവിൻ നാമത്തിൽ റാബാഷകനെ. ആമേൻ. ഈ കാരണം കണ്ടെത്തി പരിഹരിക്കപ്പെട്ടാൽ പിന്നെ പടകിൽ നിന്ന് ശക്തന്മാർ എഴുന്നേൽക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വള്ളം ശരിയാക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുത്തനും എഴുന്നേറ്റ് വരത്തില്ല. ആമേൻ. കാരണം കണ്ടറിഞ്ഞ് ആമേൻ ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ, ആമേൻ, കാരണം കണ്ടറിഞ്ഞ് ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ പടകിൽ നിന്ന് യഹൂദന്മാരുടെ മുഴുവനും മുമ്പിൽ നിന്ന് ധൈര്യത്തോടെ സുവിശേഷം പറയുന്നവർ എഴുന്നേറ്റ് വരും. ഓ റാബാഷകനെ യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഓ റാബാന റാഥാരാഷകെ, യെസ്, ഓ ശിഖർ റിഥാരാബാഷകെ, യെസ്, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു കാര്യം പിന്നെയും ആവർത്തിച്ച് പറയട്ടെ. അപ്പം ഈ ശിഷ്യന്മാരുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പത്രോസ് മീൻപിടുത്തക്കാരനായിരുന്നു. ആമേൻ. പത്രോസ് മീൻപിടുത്തക്കാരനായത് ഇന്നത്തെ കാലത്തെ പോലെ 10ാം ക്ലാസ് തോറ്റിട്ടല്ല. ആമേൻ. അന്ന് പത്രോസിൻ്റെ അപ്പൻ മീൻപിടുത്തക്കാരനായതുകൊണ്ട് പത്രോസ് മീൻപിടുത്തക്കാരനായി. 10ാം ക്ലാസ് തോറ്റതൊക്കെ ഇന്നാണ്. ആമേൻ. അന്ന് അപ്പൻ മീൻപിടുത്തക്കാരനായതുകൊണ്ട് മകനും മീൻപിടുത്തക്കാരനായി. മകൻ അതുകൊണ്ട് 9ാം ക്ലാസ് കഴിഞ്ഞ് 10ൽ പോകേണ്ട കാര്യമില്ല. അർത്ഥം, ആമേൻ, പത്രോസിൻ്റെ വിദ്യാഭ്യാസമൊക്കെ ആമേൻ കടലിൻ്റെ അനക്കവും കടലിൻ്റെ ചലനവും ആകാശത്തിലെ മേഘത്തിൻ്റെ ഗതിയും കാറ്റിൻ്റെ ആമേൻ സ്തോത്രം ചലനവും ഒക്കെയാണ്. അതിലപ്പുറം ഒരു അറിവൊന്നും അവൻ പത്രോസിനില്ല. പക്ഷേ വചനം പറയുന്നു, പത്രോസ് ഒരൊറ്റ പ്രസംഗം പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ടു. രജനീഷ് ബ്രദറെ, ആമേൻ, സ്തോത്രം. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആമേൻ. നമ്മൾ ആത്മാവിൻ്റെ ശക്തിയോടെ എഴുന്നേറ്റ് നിന്നാൽ ഒരുപാട് പേർ സ്നാനപ്പെടും. റാബാല ഷെഖനെ റദരെ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ. പത്രോസിന് അറിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ആമേൻ. റാബാ ഷെഖെ, ഓ റാബാ ഷെഖനെ. ആമേൻ. ആത്മമണ്ഡലം വെളിപ്പെടുമ്പോൾ, ആത്മതലം വെളിപ്പെടുമ്പോൾ പിന്നെ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ആമേൻ. അപ്പോൾ യേശു ശാസിക്കേണ്ടതിനെ ശാസിച്ചു. ആമേൻ. ഈ സംഭവം ഒരുപാട് പരാജയത്തെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ആമേൻ, ആ സ്തോത്രം, ആ പ്രിയ സഹോദരി തന്നെ തൻ്റെ സ്ഥാപനത്തിനകത്ത് അതിനൊന്ന് പച്ച പിടിപ്പിക്കാൻ വേണ്ടി എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നത്. അവിടെ നിന്ന് കടം വാങ്ങിക്കും, ഇവിടെ നിന്ന് കടം വാങ്ങിക്കും, അവിടെ നിന്ന് സ്റ്റോക്ക് ഇറക്കും, ഇവിടെ നിന്ന് സ്റ്റോക്ക് ഇറക്കും. എന്ത് ചെയ്താലും പടകിനെ നിലയ്ക്ക് നിർത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം പടക ആടുന്നത് പിന്നിൽ വീശുന്ന ഒരു കാറ്റിൻ്റെ ഗതിയിലാണ്. റാബാല ഷെഖനെ റദരെ ഷന്ധാരകനെ യേശുവിൻ നാമത്തിൽ. ഓ ബാ റാ ഷെഖനെ. ആമേൻ. സ്തോത്രം. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് പോയിട്ട്, ആമേൻ, ഇന്ന് കടയിൽ പോവുകയാണെങ്കിൽ പോയിട്ട് നിങ്ങൾ നോക്കി നോക്ക്. ഒരു 2-3 വർഷത്തിന് മുമ്പേ ആ കടയെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കാഴ്ചയിൽ അത് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റത്തില്ല. അതൊരു വല്ലാത്തൊരു ഇരുട്ട്. ആമേൻ.
ഞങ്ങളവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയാം ആമേൻ, അത് വല്ലാത്തൊരു ഇരുട്ടാണ്. അതിനകത്തൊരു പ്രസൻസ് ഇല്ല. ആമേൻ, സ്തോത്രം. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോയി വിജിയോട് അവൻ ചോദിച്ചാൽ അറിയാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ ബ്ലെസ്സിയോട് ചോദിച്ചാൽ അറിയാം. ആമേൻ, അവരുടെ ചിലയിടത്തൊക്കെ നമ്മൾ പോയാൽ പ്രാർത്ഥിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അത് കടയായാലും വീടായാലും ആമേൻ, പ്രാർത്ഥിച്ചാൽ നിർത്താൻ പറ്റത്തില്ല. ആമേൻ. പക്ഷെ അവിടെ വന്നപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോയാൽ മതി. കാരണം അവൻ അതിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നൊരു ഇരുട്ടുണ്ട്. ആമേൻ, നിന്റെ നന്മകളെ കവർന്നു കൊണ്ടുപോയി റാബാഷെക്കനെ യേശുവിൻ നാമത്തിൽ. ഓ ടാറാഷെക്കനെ 4 വർഷമായി റാബാഷെക്കനെ യേശുവിൻ നാമത്തിൽ അതിനകത്തുനിന്ന് നല്ലതൊന്നും കിട്ടാതെ ആ വല കയ്യിൽ വെച്ച് നിൽക്കുന്ന പത്രോസിനെ പോലെ, നാഥാ ഞാൻ ഒരുപാട് വീശി, പൊടിമീന് പോലും ഇല്ല എന്ന്. ആമേൻ. ഓ ആമേൻ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ആമേൻ, ആ വിഷയത്തിന് പിന്നിലുള്ള കാരണത്തെ ആത്മമണ്ഡലത്തിൽ നിന്ന് ശാസിക്കുവാനായിട്ട് തയ്യാറാവണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആ പിന്നിലെ കാരണം, പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം അടങ്ങുമ്പോൾ ആമേൻ, കട തനിയെ പച്ച പിടിക്കും. ആമേൻ, സ്തോത്രം. ആമേൻ. പലരും പറയുന്നുണ്ട് അതൊരു ഒതുങ്ങിയ സ്ഥലമെന്ന്. ഞാൻ പറയും അത് ആ ഏരിയയിലെ ഏറ്റവും തെളിച്ചമുള്ള, ഏറ്റവും അധികം വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമായി മാറും. ഓ റാബാ ഷേഖെ, യെസ് റാബാ ഷേഖനെ റാദോരിയ, യെസ് റാബാന ഷേഖനെ. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നീയുള്ള സ്ഥലമാ പട്ടണം, നിന്റെ സ്ഥാപനം ഇരിക്കുന്നിടമാണ് പട്ടണം. ഓ അമേൻ, സ്തോത്രം. ആത്മമണ്ഡലത്തിൽ നിന്ന് ആമേൻ ചിലത് തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ, അതിനെ തിരിച്ചറിഞ്ഞ് ശാസിക്കുവാൻ കഴിയുമെങ്കിൽ, ഞാൻ പിന്നെയും വിളിച്ചു പറയാം, നമ്മളെ ഇതിനകത്ത് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയട്ടെ, എൻ്റെ അപ്പനും അമ്മയെ സമ്പാദിച്ചു വെച്ച കുറേ പൈസയും എടുത്ത് അത് ചിലവാക്കാൻ വേണ്ടി അല്ല ഇങ്ങനൊരു പരിപാടി തുടങ്ങിയത്. ഇതിനകത്തിരിക്കുന്ന ആരുടെയെങ്കിലും അപ്പൻ്റെയും അമ്മയുടെയും പൈസ എടുത്ത് ചിലവാക്കാൻ വേണ്ടി അല്ല ഇങ്ങനൊരു തുടങ്ങി. ഇവിടെ അയച്ച ദൈവം അന്നു മുതൽ ഇവിടുത്തെ കാര്യങ്ങൾ ഒന്നും ഒരു കുറവില്ലാതെ സ്വർഗത്തിലെ നല്ല ഭണ്ഡാരം തുറന്ന് നിവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ ദൈവം വെറുതെ ആരെയും അയക്കത്തില്ല. നിങ്ങൾ വടിയും പൊക്കണവും എടുത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ ആത്മാവിൽ ആമേൻ നീ നടക്കാൻ പോകുക. ഇനി അത്ഭുതങ്ങൾ തനിയെ നടക്കുവാൻ പോകുക. യെസ് അമേൻ, സ്തോത്രം. വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ ആയിരുന്നു. സമയമേറെ മുൻപോട്ട് പോയല്ലോ. 2 കാര്യങ്ങളിൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിച്ച് നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കുവാനായി പോകുന്നു. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 38-39 വാക്യങ്ങൾ, 37-38 വാക്യങ്ങൾ. സ്തോത്രം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ നല്ല വൈകിവേളയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പാ, ഇന്ന് ആത്മാവിൽ ഇവർ നടക്കുവാൻ റാബാഷെഖനെ ആത്മസാന്നിധ്യത്തിൽ നിറഞ്ഞ് ഇവർ തിരികെ ഇവരുടെ ഭവനങ്ങളിൽ പോകുവാൻ റാബാന ഷെഖനെ. ഓ റാബാഷെഖലെ റാഥാര ഷിയാറത്തരെ ഷന്താർഗന. യെസ്, ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരപ്പെടട്ടെ. ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ മേൽ, സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ. ഓ റാബാല ഷെഖനെ, അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ഒഴുകി നിറയുന്ന, അവരിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന ആ ജീവജല നദിയുടെ ഉറവയെ അങ്ങ് തുറന്നു വിട്ട കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, അടിയനെ ജനത്തോടൊപ്പം താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യം, ഒരു ആമേൻ വ്യാഖ്യാനിയുടെ ആവശ്യമില്ലാതെ വ്യക്തമായി വായിച്ചാൽ മനസ്സിലാക്കുവാനായി കഴിയും. ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആരിൽ നിന്ന്? ആമേൻ, വിശ്വസിക്കുന്നവനിൽ നിന്നും. നിങ്ങൾ ആത്മാവിൽ നിറയും എന്ന് മാത്രമല്ല, ആമേൻ,
ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ആമേൻ. നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു, ചത്ത് കിടക്കുന്ന ചിലതൊക്കെ ജീവിക്കുവാനായിട്ട്. ഓ റാബ ആരാധാര ഷെഖെ, ഓ റാബാന റാധാര. യെസ് യെസ് ആമേൻ. റാബാല ഷെഖനെ. ആമേൻ. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, ആമേൻ, സ്തോത്രം, അത് ജീവജലത്തിൻ്റെ നദി, അത് ജീവിപ്പിക്കുന്ന നദി. ഒന്ന് പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ. ചത്തു കിടക്കുന്ന കുറേ ഉണ്ട്. ആമേൻ. വ്യക്തികളുണ്ട്, അനുഭവങ്ങളുണ്ട്, അവസ്ഥകളുണ്ട് ജീവിതത്തിലെ. ആമേൻ. ആമേൻ. ആവർത്തിച്ച് പറയട്ടെ, ശ്രദ്ധിച്ചോ. ജീവിതത്തിലെ നല്ല ചില മൊമെൻറ്റ്സ് ഉണ്ട്. ചത്തുപോയ നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. നീ ആഗ്രഹിച്ച് നിനക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ആമേൻ. ആമേൻ. അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ പ്രാർത്ഥിക്കുക, യേശുവേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ആരാധിച്ചിട്ട്, ആമേൻ, എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്ക് ആ സങ്കടം. ആമേൻ. സ്തോത്രം സ്തോത്രം. സരിബ്രദറിൻ്റെ അമ്മയോട് പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒരുപാട് ചോദ്യം ചോദിച്ചത്. ആമേൻ. എന്നാലും എൻ്റെ വീട്ടിനകത്ത് ഈ സങ്കടം ഉണ്ടല്ലോ, ഞാനിങ്ങനെ കരയേണ്ടി വരുന്നല്ലോ, ഞാനിങ്ങനെ സങ്കടപ്പെടേണ്ടി വരുന്നല്ലോ. ആമേൻ. സ്തോത്രം. ആരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിനകത്ത് ഈ അവസ്ഥ മാറ്റാൻ പോകുന്നത്? ആമേൻ. ആരുടെ ദൈവപ്രവൃത്തി എൻ്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും? ആമേൻ. ഞാൻ പറയട്ടെ പ്രിയ അമ്മേ, നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിനകത്ത് മനുഷ്യനും പിശാചും ചേർന്ന് മരിപ്പിച്ചതിനെ ജീവിപ്പിക്കും. ഓ ഓ റാബാല ഷെഖനെ. യാസ്, യേശുവിൻ നാമത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. റാബാല ഷെഖനെ. യാസ് യാസ്. ചിലതിനെ ജീവിപ്പിക്കുന്ന ശക്തി പ്രിയ മാതാവിന് മേൽ. ഓ റാബാ ഷെഖനെ, നിന്നിൽ നിന്ന് പൊട്ടി ഒഴുകുവാൻ പോകുക. റാബാല സരിത പ്രാർത്ഥിക്കുക. ആമേൻ. റാബാ ഷെഖനെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രിയ മകൻ ഇതിനകത്ത് കയറി വന്ന ആ സമയം മുതൽ, ആമേൻ, ഞങ്ങളുടെ മിനിസ്ട്രിയുടെ അടുത്തൊരു ലെവലിലേക്ക് കയറിയ ഒരു സമയമുണ്ട്. ആമേൻ. ഏകദേശം ആ സമയത്താണെന്ന് തോന്നുന്നു. ആമേൻ. പ്രിയ മകനും ഇതിനകത്ത് കടന്നു വന്നു. ആ സമയം മുതൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം, ആമേൻ, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ. ആമേൻ. സ്തോത്രം. ഇവൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നത് കിട്ടി, ഇവൻ അങ്ങനെ ഒന്നും മാനിക്കപ്പെടാൻ പോകുന്നില്ല. ആമേൻ. അങ്ങനെ ഒന്നും ഒരു മാന്യത ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മാനിക്കപ്പെടാതിരിക്കുവാൻ കാരണമായിരിക്കുന്ന ചിലതിനൊക്കെ മാനസാന്തരപ്പെടുത്തി ഇവ മാനിക്കപ്പെടും. ആമേൻ. യേശുവിൻ നാമത്തിൽ. റാബാല ഷെഖനെ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റാബാ ഷെഖനെ. ഓ ആമേൻ. ആമേൻ. സ്തോത്രം. ഈ സരിത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായ ദൈവിക പ്രസൻസ്. ആമേൻ. അത് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയത്തില്ല. പിന്നെ ഈ സ്തോത്രം, നമ്മളൊരു 3-4 കുടത്തിൽ നിറയ്ക്കാനുള്ള വെള്ളം ഒരു കുടത്തിൽ നിറച്ചാൽ എങ്ങനെ ഇരിക്കും? ആമേൻ. ഒരു ടാങ്കിൽ നിറച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ പ്രിയ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലുള്ള ആ ഒരു ഭയങ്കര ദൈവസാന്നിധ്യം മുഴുവനും മോല്ല വന്ന് നിൽക്കുന്നത്. ആമേൻ. സ്തോത്രം. റാബാ ഷെഖനെ റദരേ ഷന്ധാരകനെ. യേശുവിൻ നാമത്തിൽ. ഈ ദാവീദിൻ്റെ വീട്ടിനകത്തുള്ള മറ്റവന്മാരെല്ലാം മല്ലന്മാരാണ്, കിടിലങ്ങളാണ്, യുദ്ധമുഖത്തൊക്കെ ഉള്ള യുദ്ധവീരന്മാരാണ്. പക്ഷെ ദാവീദ് ഒരു ആട്ടിടയനാണ്. അഭിഷേകം ചെയ്യാൻ ദൈവത്തിന് ആ പാവത്തിന് മതി. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ആമേൻ. അഭിഷേകം ചെയ്യുവാൻ യുദ്ധവീരനൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അമ്മ അത് കാണും. ആമേൻ. ഇവരെ കർത്താവ് പ്രയോജനപ്പെടുത്തുന്നത് നിശ്ചയമായിട്ടും കാണും. ആമേൻ. അത് കാണിക്കത്തില്ല എന്ന് പറയുന്ന, ആമേൻ, അമ്മ തന്നെ പലപ്പോഴും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നില്ലേ? ആ കരച്ചിനുള്ള അറുതിയാണ് ആമേൻ ഈ ദിവസങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ജീവജലത്തിൻ്റെ നദി ആമേൻ പൊട്ടി ആർത്തു ഒഴുകും. റാബാല അക്ഷകനെ. ദേശത്തിൽ വന്നുപോയ നിന്ന മാറുവാൻ, കുടുംബത്തിനകത്ത് വന്നുപോയ കണ്ണുനീർ മാറുവാൻ, നിലവിളിയുടെ അനുഭവങ്ങൾ മാറി. ഓ റാബാല അക്ഷകനെ. ഓ റാബാല അക്ഷകെ.
റാധിയ റാധാന ബാ ഷെഖനെ റതരെ ഷന്താർഗൻ യേശുവിൻ നാമത്തിൽ ആമേൻ. നമ്മൾ പ്രാർത്ഥിച്ച ഒരുപാട് വിഷയങ്ങളുടെ ആമേൻ പ്രാർത്ഥനകൾ, മറുപടികൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആമേൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ ആത്മതലത്തിലേക്ക് ഓരോ വ്യക്തികളെയും കരം പിടിച്ച് നടത്തുക. ആമേൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പോയി പ്രാർത്ഥിച്ച് സമയം തികയുന്നില്ല. ആമേൻ. അപ്പം നമ്മൾ തന്നെ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, കർത്താവ് ഇതിപ്പോൾ ഇവിടെ അങ്ങ് ഇടിക്ക് മുതൽ ഇങ്ങോട്ട് ഓടി നടന്ന് പ്രാർത്ഥിച്ച പാടാണ്. ആമേൻ. പ്രാർത്ഥിച്ചെത്തത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ആമേൻ, എല്ലാവരിൽ നിന്നും അതൊക്കെ പൊട്ടി പുറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ മോനെ. ജീവജലത്തിൻ്റെ നദിയാൽ, ഉറവയാൽ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള ഓരോ വ്യക്തികളിലൂടെയും ദൈവിക വിടുതലുകൾ ഭവനങ്ങൾക്കകത്ത്, തലമുറകളുടെ ജീവിതത്തിൽ, തൊഴിൽ മേഖല, യെസ്, റാബാഷേഖനെ, യെസ്, ഷാഖാന. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഈ പുറത്ത് നിന്നുള്ളത് എന്തെങ്കിലും കിട്ടിയാൽ ഈ കിട്ടുന്ന സമയത്തൊക്കെ ഉള്ളൂ. ആമേൻ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു 1:45 മണി, അല്ല 1:45 ഇവിടെ കിട്ടത്തില്ല. ചെറിയൊരു സമയം കഴിഞ്ഞാൽ വീട്ടിൽ പോകുമ്പോൾ തളർച്ചയാണ്. ആ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തളർച്ചയില്ല. ആമേൻ. അതാണ് മർക്കോസിൻ്റെ മാളിക മുറിയിൽ സംഭവിച്ചത്. പുറത്ത് നിന്ന് കിട്ടുന്നതൊന്നും കൊണ്ട് തളർച്ച മാറത്തില്ല. ഒരു ദൂത് കേട്ടാലൊന്നും തളർച്ച മാറത്തില്ല. ഈ ദിവസങ്ങളിൽ, സ്തോത്രം, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ ദിവസങ്ങളിൽ അവൻ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങൾ കാണുന്ന പിന്നിൽ നിന്ന് വ്യാപരിക്കുന്ന, മുൻപിൽ നിന്ന് എതിർക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അങ്ങനെയുള്ള ഭക്തനെ തകർത്ത് കളയുവാൻ, ഭക്തന്മാരെ മുടിച്ചു കളയുവാൻ, അഭിഷേകമുള്ളവൻ്റെ അഭിഷേകത്തെ നശിപ്പിച്ച് കളയുവാൻ എഴുന്നേറ്റ് നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ പൈശാചിക മണ്ഡലത്തോട് എതിർത്ത് നിൽക്കുവാൻ കേവലം ഒരു വിടുതൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ നിറയപ്പെടണം. യെസ്, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇതല്ലെങ്കിൽ വൈകുന്നേരം പതിവില്ലാത്തതാ. ആമേൻ. ഇന്നായപ്പോൾ അങ്ങനെ ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ തിരിച്ചറിയുക, ആമേൻ, നമ്മൾ വീട്ടിലായിരിക്കുമ്പോൾ സരിത്തെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ബിജു ബ്രദറെ, നമ്മൾ എവിടെയായിരുന്നാലും അവിടെ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ആമേൻ. സ്തോത്രം. ഏറ്റവും കൂടുതൽ അപ്പൻ്റെ കയ്യിലുള്ളത് ഏത് മക്കൾക്കായിരിക്കും കിട്ടുന്നത്? ഏറ്റവും കൂടുതൽ അപ്പനോട് സംസാരിക്കുന്ന മക്കൾക്കായിരിക്കും കിട്ടുന്നത്. ആമേൻ. ഏറ്റവും അധികം ദിവസങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുമെങ്കിൽ അപ്പൻ്റെ കയ്യിലുള്ളത് ഏറ്റവും കൂടുതൽ റാബാല അഷക്കനെ, യേശുവിൻ നാമത്തിൽ. ബിജുബ്രദറെ, സരിത്തെ ഏറ്റവും കൂടുതൽ റാബാ അഷക്കനെ നിങ്ങൾ അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെങ്കിൽ നിങ്ങളുടെ ആമേൻ, നമ്മൾ കാണുന്ന സമയത്തുള്ള പ്രാർത്ഥനയുടെ, ആരാധനയുടെ നിലവാരത്തെക്കുറിച്ചല്ല പറഞ്ഞത്. ആമേൻ. നിങ്ങൾ ഭവനത്തിനകത്ത് എത്രത്തോളം ദൈവവുമായൊരു ബന്ധത്തിൽ നിൽക്കുമോ, ദൈവവുമായൊരു ആത്മബന്ധത്തിൽ നിങ്ങൾ നിൽക്കുമോ, ആമേൻ, പുറത്തു നിന്നുള്ളത് കൊണ്ട് മാറാത്തത് അകത്തു നിന്നുള്ളത് കൊണ്ട് ആ തകർച്ച മാറും. അതാണ് മർക്കോസിൻ്റെ മാളികമുറിയിൽ സംഭവിച്ചത്. ആമേൻ. അവിടെ നിറഞ്ഞു. ആമേൻ. പിന്നെ തളർച്ചയൊന്നുമില്ല. നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചു നോക്കിയേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം കഴിഞ്ഞിട്ട് പിന്നെ തളർന്നിരിക്കുന്ന ഒരുത്തനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആമേൻ. അതിനു മുമ്പ് തളർന്നിട്ടുണ്ട്, അതിനു മുമ്പ് മടുത്തിട്ടിട്ട് പോയിട്ടുണ്ട്, അതിനു മുമ്പ് പകുതി വഴി വെച്ച് യാത്ര മതിയാക്കിയിട്ടുണ്ട്. പക്ഷേ പ്രവൃത്തികളുടെ പുസ്തകം 2 കഴിഞ്ഞാൽ പിന്നെ തളർച്ചയില്ല, പിന്നെ മടുപ്പില്ല. അകത്ത് നിറയപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയാൽ പിന്നെ അത്ഭുതങ്ങൾ. റാബാല ഷെഖനെ, റാദോരിയ ഷെഖനെ, റാ ഥാ, യെസ്, ഓ റാ ഷെഖനെ, യെസ്, ഓ റാബാ ഷെഖനെ, യെസ്. ആമേൻ. സ്തോത്രം. ഈ ഒരു നിലയിലേക്ക് പലരും ഈ ദിവസങ്ങൾ ഒരുക്കിയെടുക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇത്രയും വിളിച്ച് ശല്യപ്പെടുത്തത്തില്ലായിരുന്നല്ലോ എന്ന്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. നോക്കൂ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ നദിയിൽ നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നടന്നു തുടങ്ങുമ്പോൾ ആത്മാവ് എടുത്തുകൊണ്ട് പോകും. ആമേൻ. ആമേൻ. ഈ മുട്ടോളമല്ല, അരയോളമല്ല, ആമേൻ, കഴുത്തോളമല്ല,
ആ ലെവലൊക്കെ കഴിഞ്ഞ് മുകളിലെത്തുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. ആമേൻ. പിന്നെ വെള്ളത്തിൻ്റെ ഗതിക്കനുസരിച്ചൊരു പോക്കുണ്ട്, വെള്ളത്തിൻ്റെ ശക്തിക്കനുസരിച്ചൊരു പോക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചിലരെ മാനുഷികമായ ചിന്തകളൊക്കെ മാറ്റിവെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുവാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പിന്നെയും ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ, നമ്മൾ പലപ്പോഴും നടക്കുന്നത് നമ്മൾ എത്ര ഉൾക്കൊണ്ടില്ലെങ്കിലും നമ്മൾ മാനുഷികമായിട്ടൊക്കെ ഉള്ള പല താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കാണും. പക്ഷേ ഇന്ന് ഈ വൈകവേളയിൽ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചിച്ചു പറയട്ടെ, ചിലർ പ്യുവറായി ആത്മാവിൽ നടക്കുവാൻ പോകുക. ഓ യെസ്, നീ നടന്നു തുടങ്ങുമ്പോൾ, നീ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ, നീ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നിനക്കറിയത്തില്ല നീ എന്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്നു എന്ന് അറിയത്തില്ല, നീ എവിടേക്ക് പോകുന്നു എന്ന് അറിയത്തില്ല, നീ എന്ത് പറയുവാൻ പോകുന്നു എന്ന് അറിയത്തില്ല. അവിധത്തിൽ യാസ് ആത്മാവിൻ്റെ ഒരു പകർച്ച. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ആത്മാവിൻ്റെ പകർച്ചയിൽ ചിലർ. ആമേൻ. സ്തോത്രം. അതിനർത്ഥം ഞാൻ ഇപ്പോഴും പറയാം, ഈ ലോകത്തിലെ എല്ലാ പ്രശ്നവും സോൾവ് ആകും എന്നൊന്നുമല്ല. ആമേൻ. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമൊന്നും യേശുവിൻ്റെ പക്കലും. ആമേൻ. യേശു ആർക്കും എല്ലാ പ്രശ്നത്തിനും പരിഹാരം കൊടുത്തില്ല. ആമേൻ. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് പൗലോസ്. അങ്ങ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച്, യേശു ഇപ്പം ശൂലം മാറ്റിത്താ. കർത്താവ് പറഞ്ഞു വെയിറ്റ് ചെയ്യും. വീണ്ടും പറഞ്ഞ് മാറ്റിത്താ. കർത്താവ് പറഞ്ഞു നോക്കട്ടെ. മൂന്നാമത് വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ശക്തി മതി, നീ എൻ്റെ ശക്തിയിൽ നടന്നു തുടങ്ങ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ല? നീ എൻ്റെ ശക്തിയിൽ നടന്നു തുടങ്ങ്, നീ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടന്നു തുടങ്ങ്. പിന്നെ ലോകമേ പറയത്തുള്ളൂ നിനക്ക് ശൂലമുണ്ടെന്ന്, നീ പറയത്തില്ല. ഓ റാബാലാഷകനെ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ആ നല്ല കർത്താവിനെ റാബാലാഷകനെ, ആ ആത്മ പകർച്ചയ്ക്കായി റാബാഷകനെ റദരെ ഷന്താർഗന. ശൂലം ഇരിക്കുമ്പോൾ തന്നെ, ശൂലത്താൽ ബാധിക്കപ്പെട്ടായിരിക്കുമ്പോൾ തന്നെ, ആ പ്രശ്നത്തിൽ മധ്യത്തിൽ തന്നെ യൂറോപ്പ് കീഴടക്കുവാൻ തക്കവണ്ണം ആത്മാവിനാൽ എടുക്കപ്പെട്ട് നടത്തപ്പെട്ട പൗലോസിനെ പോലെ അഭിഷേകത്തിന്റെ അടുത്ത തലത്തിലേക്ക് ഉയരുവാൻ ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആരും മൗനമായിരിക്കരുത്. എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നവർ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയ റാബാലാഷകനെ റദരെ ഷന്താർഗനെ യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ റാബാഷകനെ ഓറിയാധാരാഷകനെ റദരെ ഷന്താർഗന യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ ആമേൻ ഞങ്ങളിങ്ങനെ കർത്താവിനോട് ചോദിക്കുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണം? ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ലെവൽ എങ്ങനെ ആയിരിക്കണം? ആമേൻ. വലിയ കൂട്ടങ്ങളെ കാണുമ്പോൾ മനുഷ്യനെ പോലെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ആമേൻ. ഞങ്ങൾ കർത്താവിനോട് പറയും, ആമേൻ കർത്താവേ, അങ്ങനെ വലിയൊരു കൂട്ടം, വലിയ കൂട്ടങ്ങളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തി. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കരുതുന്നു, ഇടുക്കിയിലൊക്കെ ഞങ്ങൾ ക്യാമ്പ് മീറ്റിങ്ങിൻ്റെ സമയത്ത് 300-350 വരും ഒരു മീറ്റിങ്ങിൽ തന്നെ. അങ്ങനെ 8-9 മീറ്റിങ്ങുകൾ കണ്ടിന്യൂസ് 3 ദിവസത്തിൽ ക്രമീകരിക്കുവാൻ കർത്താവ് അവസരം നൽകി. ഇടുക്കി മുതൽ ഇങ്ങോട്ട് 10ഓളം സ്ഥലങ്ങളിൽ മാസങ്ങളിൽ മന്ത്ലി ചർച്ച്. ആമേൻ. ഒരു വീട്ടിൻ്റെ പറമ്പിൽ കൊള്ളാത്ത നിലയിലുള്ള ആൾക്കൂട്ടത്തെ ആമേൻ ഒരുക്കി കർത്താവ് നടത്തി. ആമേൻ. എന്നാൽ പിന്നെയും ഒരു പോരായ്മ, ആമേൻ പോരാ കർത്താവേ എന്നുള്ള ചിന്തയുമായി പ്രാർത്ഥന മുറിക്കകത്തിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. ആൾക്കൂട്ടം തൃപ്തിപ്പെടുത്തുന്നില്ലെങ്കിൽ അനന്യാസെ പൗലോസുമാരെ ഒരുക്കുവാനായി ഒരുങ്ങിക്കോ. റാബാലാഷകനെ ദൂത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. റാബാലാഷകനെ പൗലോസുമാരെ, ഓ റാബാഷകനെ, രാജ്യങ്ങളെ പിടിക്കുന്ന, പട്ടണങ്ങളെ പിടിക്കുന്ന, കുടുംബങ്ങളെ പിടിക്കുന്ന, യാസ് യാസ് താങ്ക് യു ലോർഡ്. ആത്മപകർച്ച തിരിച്ചറിയുന്നവർ, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, മുൻപിലുള്ള ചിലത് കീഴടക്കുവാനുണ്ടെന്ന്, നിന്റെ ദേശത്തെ കീഴടക്കുവാനുണ്ടെന്ന്, നിന്റെ പട്ടണത്തെ കീഴടക്കുവാനുണ്ടെന്ന്. റാബാലാഷകനെ, ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ, ഓ റീധാരാബാഷകനെ, യേശുവിൻ നാമത്തിൽ ചിലരുടെ യാത്രയുടെ രീതി മാറുവാൻ പോകുക, ചിലരുടെ സഞ്ചാരത്തിന്റെ രീതി മാറുവാൻ പോകുക, ചിലരുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറുവാൻ പോകുക. ഈ ദിവസങ്ങൾ ചിലരുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറുവാൻ പോകുക.
വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. ആത്മാവ് ചിലരെ പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തിലേക്ക് റബാലാക്ഷകനെ, ആ പ്രാർത്ഥന മുറിക്കകത്ത് കരച്ചിലിൻ്റെ ശബ്ദമല്ല. അവൻ റബാക്ഷകനെ എന്തിനെങ്കിലും വേണ്ടിയുള്ള നിലവിളിയല്ല. അവൻ ശക്തിയുടെ പ്രദർശനം. നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ശക്തിയുടെ പ്രദർശനം വെളിപ്പെടുവാൻ ശക്തിയുടെ പ്രദർശനം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന അടിസ്ഥാനങ്ങളിലെ കൂടുകൂട്ടിയ പൈശാചിക മണ്ഡലങ്ങളെ നിന്റെ കാൽ കീഴിൽ തകർത്ത് കളയുന്ന ശക്തിയുടെ പ്രദർശനം ആത്മസാന്നിധ്യം പകരപ്പെടുകയാണ്. ഈ രാത്രി നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ആമേൻ നീ വന്നതുപോലെ നിന്നെ അയക്കാനല്ല. ആമേൻ മുറിക്കകത്ത് പോയിരുന്ന് കരയുവാനല്ല, ഭവനത്തിനകത്ത് പോയിരുന്ന് കരയുവാനല്ല. യേശുവിനാമത്തിൽ നിന്റെ മുറിക്കകത്ത് ശബ്ദം മാറുക, നിന്റെ മുറിക്കകത്ത് അനുഭവം മാറുക. നീ പിശാചിനോട് മല്ല് പിടിക്കുവാൻ പോകുക. ആ കരച്ചിലിന് എന്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അതിനകത്ത് കരച്ചിലല്ല, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ശരീരത്തെ വിട്ടുകൊടുത്ത് ഇരുട്ട് പിടിച്ച ഇരുട്ട് മാത്രം കാണുന്ന സ്ഥാപനത്തിലേക്ക് അവിടെ അങ്ങനെ ഒരു സ്ഥാപനമുണ്ടോ എന്ന് ആത്മശക്തിയോടൊപ്പം പകരപ്പെടുന്ന ആത്മാവിന്റെ ശക്തിയാണ്. മലമേലിരിക്കുന്ന പട്ടണം കാട് കത്തിച്ച് പുറത്തു വരുന്നത് പോലെ
വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ ഓ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്റെ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല
ഹല്ലേലൂയ. ഒരു നിമിഷം കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആരും സ്തോത്രം. ഹല്ലേലൂയ. ചിലർ ഇന്ന് ഇവിടെ നിന്ന് പോകുന്നത് ആമേൻ വന്നതുപോലെ അല്ല. ഞാനത് പറഞ്ഞു തുടങ്ങുവാനുള്ള ആമേൻ എനിക്കറിയാം. ഇന്ന് ഇതിനകത്ത് വരാതിരിക്കുവാൻ വേണ്ടി പിശാച് ഞങ്ങളെ വഴിയിൽ തടഞ്ഞു. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ 3:30 മണി കഴിഞ്ഞു. ആമേൻ വിടത്തില്ല എന്ന് ഞാൻ പോലും ഏൽപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ആമേൻ ആരാധന ആമേൻ. പക്ഷേ ഞാനൊരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ പോലും ഒന്ന് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഇവൻ്റെ ഒന്നും ഒരു കളിക്കും വിട്ടുകൊടുക്കത്തില്ല എന്ന് ഞാൻ റോഡിൽ നിന്നതാ. പക്ഷേ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൊണ്ടുവരുമ്പോ ആമേൻ ഞാൻ പിന്നെയും വിളിച്ചു പറയട്ടെ, പ്രത്യേകിച്ച് നിഷ സിസ്റ്ററോട് ഭർത്താവിനോട് പറയട്ടെ. സിസ്റ്റർ, ചുമ്മാ നിങ്ങൾ ഓടുന്നതുമല്ല, ചുമ്മാ നിങ്ങൾ ബഹളം വയ്ക്കുന്നതുമല്ല. ആമേൻ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങളെ കുടുംബത്തെ, പ്രത്യേകിച്ച് ഈ മനുഷ്യനെ കർത്താവ് ഭയങ്കരമായിട്ട് കരങ്ങളിൽ എടുത്ത് പ്രയോജനപ്പെടുത്തും. ആമേൻ. സ്തോത്രം. നോക്കൂ, ഒരു നിമിഷം ശ്രദ്ധിക്കുക. ആമേൻ. പത്രോസ് തള്ളിപ്പറഞ്ഞ ഇട്ടിട്ട് പോകുന്നവനൊന്നും അല്ല കർത്താവ്. ആമേൻ. പത്രോസ് തള്ളിപ്പറഞ്ഞാലും യേശു പറയും. ആമേൻ. കരലിൽ ചുട്ടുവച്ചതുമായിട്ട് യേശു കൂടിയിരിക്കും. അവൻ വിടത്തില്ല. പത്രോസിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിയാം. പത്രോസ് പുറത്തു വരും. ഇന്നു മുതൽ ഞാൻ പിന്നെ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റിക്കും. ആമേൻ. സ്തോത്രം. രീതി മാറും. ആമേൻ. രീതി മാറും. ആമേൻ. ഈ കരച്ചിലല്ല. ആമേൻ. കരഞ്ഞ് ആമേൻ ആരെങ്കിലും സോപ്പിടാന്നൊന്നും വിചാരിക്കണ്ട. പിശാച് അങ്ങനെ സോപ്പിലൊന്നും വീഴൂല. ആമേൻ. കരച്ചിൽ നിർത്തിയിട്ട് അന്യഭാഷയിൽ ആരാധിക്ക്. നിന്റെ മുറിക്കകത്ത് തീ കത്തിക്ക്. ആ തീയിൽ ചവിട്ട് നീ പുറത്തിറങ്ങ്. ഓ യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. സിസ്റ്റർ പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ആമേൻ. സ്തോത്രം. നിന്നെ പിന്നെയും വലിച്ചുകൊണ്ട് പോകുവാൻ തക്കവണ്ണം പിശാച് നിൽക്കുന്നുണ്ട്. ആമേൻ. നീ പ്രാർത്ഥനാ മുറിക്കകത്ത് തീ കത്തിച്ചില്ലെങ്കിൽ ആമേൻ നിന്റെ ഓട്ടത്തിന് ഒരു സ്തോത്രം നിവർത്തും വരത്തില്ല. നീ തീ കത്തിക്കുമെങ്കിൽ ആമേൻ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇഷ്ടമോ ഇഷ്ടക്കേടിനെ കുറിച്ചല്ല പറയുന്നത്. വാടകയ്ക്കാണെങ്കിലും ആ വീട് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും നിന്നൊരു ദിപ്പുണ്ട്. ആ ദേശത്തിൽ ദൈവം നിങ്ങൾക്ക് അവകാശം തരും. ആമേൻ. ഒരിടത്തുമല്ല, ആ ദേശത്ത് എന്റെ ദൈവം നിങ്ങൾക്ക് അവകാശം തരും. തീ കത്തിക്ക്. പ്രാർത്ഥനാ മുറിക്കകത്ത് തീ കത്തിക്ക്. പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒരു നിമിഷം കൂടെ ഞങ്ങൾ ഒരുമിച്ച് സഭയാ ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വരും. ഈ വൈകിയ വേളയെ ഇത്രത്തോളം ആമേൻ ആത്മസാന്നിധ്യത്തിൽ നിറച്ച കൃപയ്ക്കായി മുൻപിലുള്ള ഈ ആഴ്ച അടിയന്റെ ശബ്ദം വിദൂര സ്ഥലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന സമയം മുതൽ തന്നെ ഇവരുടെ പ്രാർത്ഥനയുടെ ലെവൽ മാറട്ടെ. പ്രാർത്ഥനാ മുറിയുടെ അനുഭവങ്ങൾ മാറട്ടെ. അഭിഷേകത്തിന്റെ അടുത്തൊരു ലെവൽ, അടുത്തൊരു നിലവാരം വെളിപ്പെടട്ടെ. ഈ ഒരാഴ്ച ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും സ്വർഗം ഇവർക്ക് ജയം നൽകണമേ. തൊഴിലിടങ്ങളിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബത്തിനകത്ത് ഇവർ സമാധാനം കണ്ടെത്തട്ടെ. സ്വർഗീയ സമാധാനത്തിന്റെ ആമേൻ ഭണ്ഡാരം ചുമക്കുന്നവരായി ഇവർ മാറട്ടെ.
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വരെ സഭയായി അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. ഇനി കാണുന്നത് വരേക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സമ്പർക്കവും ഇവരോട് കൂടിയിരിക്കണമേ. കണ്ട് ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം സഹായിക്കണമേ. ഇപ്പോൾ ഈ ആശീർവാദത്തോടെ അനുഗ്രഹിച്ചവരെ അയക്കണമേ. കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഈ ആത്മസാന്നിധ്യത്തോടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ മടങ്ങാം. ആമേൻ. പ്രാർത്ഥനയോടെ കടന്നു പോകുക. അടുത്ത ആഴ്ചയും ദൈവം അനുവദിച്ചാൽ കൃത്യം 3 മണിയോടെ എടുക്കുന്ന സമയം മുതൽ നമ്മളിവിടെ ഉണ്ടാകും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾ കടന്നു വരിക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലൂടെ നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.